ഓക്കെ, അപ്പം പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് വിശ്വാസം. ഇനി നമുക്കുള്ള ക്ലാസ് RBI കുറിച്ചാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ റിസർവ് ബാങ്കിനെ കുറിച്ച് കിട്ടുന്നുണ്ടോ? റിസർവ് ബാങ്കിനെ കുറിച്ചുള്ള ക്ലാസ് ഉള്ള ടോപ്പിക്കുകൾ ഒരു പ്രാവശ്യമെങ്കിലും ചിന്തിക്കാതിരിക്കില്ല. ഒരു വർഷം നിങ്ങൾ ഈ പൈസയൊക്കെ അടിക്കുന്നത് എങ്ങനെയാണ്, പുതിയതായിട്ട് പൈസ അടിക്കുമ്പോൾ ആദ്യമായിട്ട് ആർക്കാണ് കൊടുക്കുന്നത്, അത് എന്തുകൊണ്ട് എനിക്ക് തന്നുകൂടാ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കാണുമായിരിക്കും. അല്ല, ഈ പൈസ അടിക്കുമ്പോൾ എത്ര പേര് സ്വർണം വെക്കുന്നുണ്ട്, ഈ സ്വർണ്ണമൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്, അങ്ങനെ എത്ര ക്യൂരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊരു പക്ഷേ റിസർവ് ബാങ്കിനെ കുറിച്ച് മനസ്സിൽ തോന്നിയിരിക്കാം. അതിനൊക്കെ മറുപടിയുണ്ട്. പക്ഷേ ആ മറുപടിയൊക്കെ എല്ലാം നമുക്കിവിടെ പറയാൻ പറ്റില്ല, നമ്മുടെ സിലബസിൽ അതൊന്നും പറയുന്നില്ലല്ലോ. പക്ഷേ RBI കുറിച്ചൊരു ടോപ്പിക്ക് essay പോലെ നമുക്കുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഫാക്ച്വലായിട്ട് ഇൻഫർമേഷനേക്കാൾ ഉപരി ഒരു ഇച്ചിടെ ഒരു എന്താ പറയുക, ഒരു ഹിസ്റ്റോറിക് സ്റ്റൈലിൽ അത് പറഞ്ഞു തരാൻ എനിക്ക് താല്പര്യം. അല്ല, നമുക്ക് അങ്ങനെയാണ് പഠിക്കേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ച സ്റ്റൈലിൽ പഠിച്ചു പോകാനാണെങ്കിൽ അങ്ങനെ ആവശ്യമില്ല എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ RBI അതിൻ്റെ റോളൊക്കെ ജസ്റ്റ് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പമുള്ള വഴി റിസർവ് ബാങ്കിൻ്റെ അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കുകളുടെ ഒരു ചരിത്രം ഭയങ്കരമായിട്ട് പഠിക്കേണ്ട കേട്ടോ. ജസ്റ്റ് ഒരു ഭയങ്കര ബീഫായിട്ട് നമ്മളൊന്ന് പഠിക്കുക എന്നുള്ളതാണ്. നോക്കാം, ഹൗ സെൻട്രൽ ബാങ്ക്സ് വെർ ബോൺ ആൻഡ് ഇവോൾവ്. അതാണ് നമ്മൾ പഠിക്കുന്നത്, എങ്ങനെയാണ് ഈ സെൻട്രൽ ബാങ്കുകളൊക്കെ ഉണ്ടായത്. അപ്പോൾ നമ്മൾ സെൻട്രൽ ബാങ്കിനെ കുറിച്ച് RBIയുടെ പോളിസിയൊക്കെ ഭയങ്കര പ്രധാനപ്പെട്ട. അപ്പോൾ ഇക്കോണമിയിൽ 2 പ്രധാനപ്പെട്ട ഏജൻറ്റുകളുണ്ട്. ഒന്ന് RBI ഗവൺമെൻറ്, 2 RBI. ഗവൺമെൻറ് ആണല്ലോ ബഡ്ജറ്റ് അല്ലേ. RBIയുടെ ആണെങ്കിൽ RBIയുടെ മോണിറ്ററി പോളിസി, മണി പ്രിൻ്റ് ചെയ്യുന്നു, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ RBIയുടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 2 പ്രധാനപ്പെട്ട ഇക്കണോമിക് ഏജൻറ്റുകളുണ്ട്. അതിൽ RBIയുടെ റോള് കൂടിക്കൊണ്ടിരിക്കുക. അതാണ് RBIയുടെ റോളിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. നമുക്കെല്ലാം RBIയുടെ ഗവർണറുടെ പേരറിയാം അല്ലേ. അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് RBI. പല കേന്ദ്രമന്ത്രിമാരുടെ പേരും നമുക്കറിയത്തില്ല. ഓക്കെ, എനി പ്രോബ്ലം ഇൻ ദി ഇക്കോണമി വിൽ ബി കറക്റ്റഡ് ബൈ ദി ആക്ഷൻസ് ഓഫ് ദിസ് ടു. ഇക്കോണമിയിൽ എന്ത് പ്രശ്നം വന്നാലും ഇവരുണ്ടാവും. ദി ഗവൺമെൻറ്റ്സ് പോളിസി ഇസ് നോൺ ആസ് ഫിസിക്കൽ പോളിസി, നമ്മൾ പഠിച്ചത്. ദാറ്റ് ഇൻക്ലൂഡ്സ് ടാക്സ് പോളിസി, എക്സ്പെൻഡിച്ചർ പോളിസി, പോളിസി ഓഫ് ബോറോയിങ് എക്സെട്ര. ഓൺ ദി അതർ ഹാൻഡ് ദി പോളിസി ഓഫ് ദി RBI ഇസ് നോൺ ആസ് മോണിറ്ററി പോളിസി. RBIയുടെ പോളിസിക്ക് പറയുന്ന പേരാണ് മോണിറ്ററി പോളിസി. Okay, an interesting fact about the monetary policy is that its role is increasing by day with new developments and policy steps. പുതിയ പോളിസി, നമുക്ക് പുതിയ RBIയുടെ പുതിയ പോളിസികളൊക്കെ പഠിക്കാൻ പോലും പാടാം. ഒരു അധ്യാപനം സംബന്ധിച്ചുള്ള കാര്യം പറയാമല്ലോ, പഠിക്കാൻ വരെ പാടാം. കാരണം നമ്മളൊരു 3 മാസം റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്യില്ല RBIയുടെ പുതിയ പോളിസികളെ കുറിച്ച് പഠിക്കാൻ നമുക്ക് ഭയങ്കര പാടാം. പുതിയൊരാൾക്ക് കംപ്ലീറ്റ് ആയിട്ട് നല്ല നോളജ് കിട്ടാൻ അത്ര ടഫായിക്കൊണ്ടിരിക്കുക സെൻട്രൽ ബാങ്കിൻ്റെ പരിപാടി. ഓക്കെ, സോ സെൻട്രൽ ബാങ്കിൻ്റെ ഇമ്പോർട്ടൻസ് കൂടുകയാണ്, അതിൻ്റെ പോളിസിയുടെ ഇമ്പോർട്ടൻസും കൂടുകയാണ് നമ്മൾ പറയുന്നത്. Okay, this means that the area of central banking, or what we call the activities of central banks to manage the economy, is getting more dynamic and complex. സെൻട്രൽ ബാങ്കിൻ്റെ ഏരിയ നമ്മൾ സെൻട്രൽ ബാങ്കിങ് എന്ന് പറയും. കൊമേഴ്ഷ്യൽ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യലെ കുട്ടികൾ പഠിക്കുന്നില്ലേ, കൊമേഴ്ഷ്യൽ ബാങ്കിങ് അല്ലെങ്കിൽ ബാങ്കിങ് എന്ന് പറഞ്ഞ പേപ്പർ പഠിക്കുന്നില്ലേ, അതുപോലെ ഒരു പേപ്പർ പഠിക്കേണ്ടതാണ്. സെൻട്രൽ ബാങ്കിങ് എന്നുള്ളൊരു പേപ്പർ പഠിക്കാൻ മാത്രം അത്ര കോംപ്ലിക്കേറ്റഡ് ആണ് RBI ആൻഡ് പോളിസി. ദിസ് ഡൈനാമിസം ഓഫ് സെൻട്രൽ ബാങ്ക് വിസ് ദി ഗവൺമെൻറ്റ്സ് ഫിസ്ക്കൽ പോളിസീസ് മെയിൻലി ഡ്യൂ ടു ദി കോംപ്ലക്സ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദി ഇക്കണോമിക് സിസ്റ്റം. ഇക്കോണമി ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇക്കോണമി ഇപ്പോൾ ഉദാഹരണം നിങ്ങൾ ബാങ്ക് റിപ്പോ റേറ്റ് എന്നൊക്കെ പറഞ്ഞ് കേട്ടുകയാണ്, പത്രത്തിൽ ഇങ്ങനെ വായിക്കും, റിപ്പോ റേറ്റ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. ഗിവൺ ദിസ് ഇൻക്രീസിംഗ് ഇമ്പോർട്ടൻസ് ഓഫ് മോണിറ്ററി പോളിസി ഇൻ മാനേജിങ് ദി ഇക്കോണമി, വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദി ആർട്ട് ഓഫ് സെൻട്രൽ ബാങ്ക്. സെൻട്രൽ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബിസിനസ് ഉണ്ട്. ദാറ്റ് മീൻസ് ദ ഫംഗ്ഷണൽ ഇമ്പോർട്ടൻസ് ഓഫ് സെൻട്രൽ ബാങ്ക്. നമുക്ക് അറിഞ്ഞേ പറ്റും. RBIയുടെ ഫംഗ്ഷൻ നമുക്ക് സിലബസിൽ കൊടുത്തിരുന്നത്. ഇനി നമുക്ക് ഈ ബോക്സ് നോക്കാം. സെൻട്രൽ ബാങ്ക്സ് ഹാവ് ഇവോൾവ് ഫ്രം ജസ്റ്റ് ബീങ് ഇഷ്യൂർ ഓഫ് കറൻസി നോട്ട്സ് ഇൻ ദി early ടൈംസ് ടു ടുഡേയ്സ് റോൾ ആസ് എ ഡിസൈൻ ആൻഡ് റഫ് മൈക്രോ എക്കണോമിക്സ് പോളിസി ത്രൂ ടൈം. നമ്മൾ സെൻട്രൽ ബാങ്കിനെ എങ്ങനെയാണ് അറിയുന്നത്? സെൻട്രൽ ബാങ്കിനെ നമ്മൾ അറിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണി പ്രിൻ്റ് ചെയ്യുന്ന ഏജൻസി, ശരിയല്ലേ? അങ്ങനെയല്ലേ നമ്മളെ എല്ലാ സെൻട്രൽ ബാങ്കിനെ കുറിച്ചുള്ള ആരാധന മുഴുവൻ അവിടെയാണല്ലോ. പക്ഷേ മണി പ്രിൻ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ 1664. ഓക്കെ, ഒരു സെക്കൻഡേ. 1606 സെൻട്രൽ ബാങ്ക് വന്നത്, ആദ്യത്തെ സെൻട്രൽ ബാങ്ക് വന്ന അതേ വർഷം, അന്നോട്ട് ഇന്ന് വരെ മണി പ്രിൻ്റ് ചെയ്യുന്നുണ്ട് സെൻട്രൽ ബാങ്ക്. അപ്പോൾ സെൻട്രൽ ബാങ്കിൻ്റെ കടന്നുവരവിന് 350 വർഷത്തെ പഴക്കമുണ്ട്. ഫ്രഷ് ഫങ്ഷൻസ്, അപ്പോൾ അന്ന് സെൻട്രൽ ബാങ്ക് എങ്ങനെയാണ് വന്ന് മണി പ്രിൻ്റ് ചെയ്തതോടുകൂടിയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് പുതിയ ഫങ്ഷൻസ് ഒക്കെ വന്നു. ഏതൊക്കെയാണ്? മോണിറ്ററി പോളിസി, ഫൈനാൻഷ്യൽ റെഗുലേഷൻ, ബാങ്കിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യാം കേട്ടോ. ബാങ്ക് കൂട്ടി കഴിഞ്ഞാൽ നമ്മൾ സെൻട്രൽ ബാങ്കിനെയാണ് ചീത്ത പറയും. ബാങ്കിൻ്റെ റെഗുലേറ്റ് ഉത്തരവാദിത്തം അവർക്കുണ്ട്.
ഓക്കെ, വിത്ത് ചേഞ്ചസ് ഇൻ ഇക്കോണമി ആൻഡ് ഫൈനാൻഷ്യൽ സിസ്റ്റം. ഇതിലൊക്കെ മാറ്റങ്ങൾ വന്നുകൂടി സെൻട്രൽ ബാങ്കിന് പുതിയ പുതിയ ഫങ്ഷൻസ് കിട്ടി. ദ ഏരിയ ഓഫ് സെൻട്രൽ ബാങ്കിങ് ഈസ് ബിക്കമിങ് മോർ കോംപ്ലക്സ് ഡ്യൂ ടു റാപ്പിഡ് ചേഞ്ചസ് ഇൻ ഫൈനാൻഷ്യൽ സിസ്റ്റം, ഗ്രേറ്റർ ഓപ്പൺനെസ് ഓഫ് ദി ഇക്കോണമി. നമ്മൾ വിദേശ കറൻസി വരുന്നു, വിദേശ ഇൻവെസ്റ്റേഴ്സ് വരുന്നു, അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ വന്നുകൂടി ഇതിനെല്ലാം റെഗുലേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തമാർക്കായി സെൻട്രൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് കൂടി. ഓക്കെ, ദെൻ നമ്മൾ ഇനി ഹൗ സെൻട്രൽ ബാങ്ക്സ്, ഇന്നത്തെ സെൻട്രൽ ബാങ്ക് എങ്ങനെയാണ് ജനിച്ചത് എന്നാണ് നമ്മൾ പറയുന്നത്. സെൻട്രൽ ബാങ്ക്സ് ഹാവ് എ ഹിസ്റ്ററി ഓഫ് നിയർലി 350 years. Throughout this period, they have undergone a functional evolution, especially during the last 2 centuries. എന്ന് പറഞ്ഞാൽ ഒരു 1850 ശേഷമാണ് സെൻട്രൽ ബാങ്ക് ഇതുപോലെ മാറ്റങ്ങളും. ബൈ ഫങ്ഷണൽ എവല്യൂഷൻ ഓഫ് സെൻട്രൽ ബാങ്ക് വി മീൻ ഹൗ ദി സെൻട്രൽ ബാങ്ക്സ് ഓവർ ദ ടൈം ഒബ്റ്റൈൻഡ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് നൗ ദേ പെർഫോം. ഇപ്പോൾ അവർ പെർഫോം ചെയ്യുന്ന പല ഫങ്ഷൻ ഉണ്ടല്ലോ. മോണിറ്ററി പോളിസി, ബാങ്കുകൾ പൊട്ടാതെ നോക്കുക, ബാങ്കിനെ റെഗുലേറ്റ് ചെയ്യുക, ബാങ്കിനെ എന്താണ് റെഗുലേറ്റ് ചെയ്യുക, ബാങ്കിനെ സൂപ്പർവൈസ് ചെയ്യുക. ഇനി നമ്മൾ പറയാം RTGS നെഫ്റ്റും ഉണ്ട് അല്ലേ, നമ്മൾ പഠിച്ചില്ലേ നെഫ്റ്റ് പിന്നെ പേയ്മെൻറ്റ് സിസ്റ്റം നടത്തിക്കൊണ്ട് പോവുക, ശരിയല്ലേ. റുപ്പിയുടെ എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലൈസ് ചെയ്ത് ഇതെല്ലാം അതുപോലെ തന്നെ ബാങ്കുകൾ പൊട്ടാൻ നോക്കുക. ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയും, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ബാങ്കുകൾ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സെൻട്രൽ ബാങ്കിനാണ് ചെയ്ത് പറയുന്നത്. നമ്മൾ യെസ് ബാങ്കിലൊക്കെ പൊട്ടിപ്പോൾ സെൻട്രൽ ബാങ്കിനെ നമ്മൾ കുറച്ചൊക്കെ വിമർശിച്ചായിരുന്നു. ഈ ഫങ്ഷൻസ് എല്ലാം ആദ്യം ഉണ്ടായിരുന്നാണോ? അല്ല, ഇതൊക്കെ ഈയിടെ കിട്ടിയതാണ്. ഓക്കെ, കാലഘട്ടത്തിൽ കൂടെ കിട്ടിക്കണം. മോസ്റ്റ് ഓഫ് ദി പ്രസൻറ്റ് സെൻട്രൽ ബാങ്ക്സ് ഫോർ പ്രൈവറ്റ് commercial banks in their early period. Later they were domesticated by the respective governments to fulfill government's own financial transaction as well as performing the function of currency issue. ഇപ്പം ഗവൺമെൻറ് സ്വന്തം ഫങ്ഷൻ നിർവഹിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മണി പ്രിൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് സെൻട്രൽ ബാങ്കുകൾ വന്നത്. ഇവരാദ്യം എന്തായിരുന്നു? പ്രൈവറ്റ് ബാങ്കുകളായിരുന്നു. പ്രസൻറ്റ് സെൻട്രൽ ബാങ്ക്സ് ഓൺലി റിമോട്ട് ഫങ്ഷൻ സിമിലാരിറ്റി വിത്ത് ദർ predecessors. In the nearly 350-year history of central banking, new functions were evolved out of ന്യൂ സർക്കംസ്റ്റാൻസസ്. അതാണ് പുതിയ ഫങ്ഷൻ എങ്ങനെയാണ് വരുന്നത്? പുതിയ സാഹചര്യങ്ങളിൽ നിന്നാണ്. ഇപ്പം നമ്മൾ നോക്കിയോ അതായത് ഇപ്പോഴത്തെ ഇക്കോണമിയിലെ എന്തെല്ലാം കാര്യങ്ങൾ RBI നടത്തിയെന്ന് അറിയാം, എന്തെല്ലാം സംഭവങ്ങൾ. ഈവൻ മ്യൂച്വൽ ഫണ്ടിന് വരെ ബാങ്കുകളെ കൊണ്ട് പൈസ കൊടുപ്പിച്ചു. ഇപ്പോൾ കോവിഡിൻ്റെ കാലഘട്ടത്താണ് മ്യൂച്വൽ ഫണ്ട് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രാങ്ക്ലിൻ ടെമ്പിൾട്ടൺ എന്ന് പറഞ്ഞാൽ ഒരു മ്യൂച്വൽ ഫണ്ട് പൊട്ടിപ്പോയി. പിന്നെ മ്യൂച്വൽ ഫണ്ട് ഒന്നും പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് RBI ആർക്ക് പൈസ കൊടുത്തു? ബാങ്കുകൾക്ക് പൈസ കൊടുത്തു. ബാങ്കുകൾ എന്നിട്ട് മ്യൂച്വൽ ഫണ്ടിന് കൊടുത്തു. ഇതുമല്ല RBIയുടെ ആവശ്യമില്ല, മ്യൂച്വൽ ഫണ്ട് പൊട്ടുവാണെങ്കിൽ പൊട്ടട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ. അപ്പോൾ അത് ഗവൺമെൻറ്റാണ് കൊടുത്തത്. ആരാണ് കൊടുത്തത്? RBI കൊടുത്തു. അപ്പോൾ അത്രമാത്രം ആക്റ്റീവാണ് RBI. സെൻട്രൽ ബാങ്ക് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ, നമ്മൾ പഠിക്കുന്നതിനേക്കാൾ ഉപരി, നമ്മൾ ഡേ ടു ഡേ കാണുന്നതിനേക്കാൾ ഉപരി ഭയങ്കര കോംപ്ലിക്കേറ്റഡും ഡെഡിക്കേറ്റഡ് ഫങ്ഷൻസ് ചെയ്യുന്നതെന്ന് നമ്മൾ പറയുന്നത്. സെൻട്രൽ ബാങ്കിങ് ഫങ്ഷൻ അണ്ടർഗോൺ എവല്യൂഷണറി ഡെവലപ്മെൻറ്റ്. ഓക്കെ, നമ്മൾ ദി ഇക്കണോമിക് ഹിസ്റ്റോറിയൻസ് ഓൾ ദാറ്റ് early public banks such as സെവർജിക്സ് റിക്സ് ബാങ്ക്, ലോകത്തിലെ ആദ്യത്തെ സെൻട്രൽ ബാങ്കിൻ്റെ വരെ സെവർജിക്സ് റിക്സ് ബാങ്ക്, രണ്ടാമത്തെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ആയിരുന്നു. ഇത് രണ്ടുമാണ് 1658 കാലഘട്ടം വന്ന നോട്ടം ഞാൻ ഇവിടെ നമ്മളോട് കൊടുത്തിട്ടാണ്. ഓക്കെ, 1668 സെവർജിക്സ് റിക്സ് ബാങ്ക്, സോറി 58 മോസ്റ്റ് ഓഫ് സെൻട്രൽ ബാങ്ക്സ് വർ ഫൗണ്ടഡ് ബൈ പ്രൈവറ്റ് ബാങ്ക്സ്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് അവരെ മണി ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. കോയിൻസ് സ്റ്റേറ്റ് മിൻറ്റ് ചെയ്യും, പേപ്പർ കറൻസി ആര് ഇഷ്യൂ ചെയ്യേണ്ടി വരും? ആദ്യത്തെ സെൻട്രൽ ബാങ്ക് സെവർജിക്സ് റിക്സ് ബാങ്ക് ഓഫ് സ്വീഡൻ 1668, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് 1694, RBI 1935. മനസ്സിലായല്ലോ. വർ ദി ഫസ്റ്റ് സെൻട്രൽ ബാങ്ക്സ് ഇൻ ഹിസ്റ്ററി. ഇനിഷ്യലി ദേ പ്രൊവൈഡ് കറൻസി ഇഷ്യൂ ഫങ്ഷൻ ആൻഡ് പെർഫോംഡ് ബാങ്കിങ് ഫെസിലിറ്റീസ് ടു ദി ഗവൺമെൻറ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, കറൻസി പ്രിൻറ്റ് ചെയ്തു. രണ്ട്, എന്താണ്? കറൻസി ഇഷ്യൂ ഫങ്ഷൻ ആൻഡ് പെർഫോംഡ് ബാങ്കിങ് ഫെസിലിറ്റീസ്. നമുക്കറിയാലോ, കറൻസി പ്രിൻറ്റ് ചെയ്യാനുള്ള മൊണോപ്പൊളി ഇവർക്ക് കൊടുത്തു. പ്രൈവറ്റ് ബാങ്കിലാണ് ഇവർക്ക് കൊടുത്തു, സെവർജിക്സ് ബാങ്കിന് കൊടുത്തു. പിന്നെ രണ്ടാമതെന്ന് പറയും ഗവൺമെൻറ്റിൻ്റെ ബാങ്ക്. കാരണം ഗവൺമെൻറ് വലിയൊരു എൻറ്റിറ്റി അല്ലേ. ഒരു സ്വകാര്യ വ്യക്തിക്കും ഒരു കമ്പനിക്കും ബാങ്ക് ആകാമെങ്കിൽ, ബാങ്കിങ് ട്രാൻസാക്ഷൻ നടത്താൻ ഒരു ബാങ്ക് ആകാമെങ്കിൽ, ഗവൺമെൻറ്റിൻ്റെ ബാങ്കിങ് ഫംഗ്ഷൻ നടത്താൻ ഒരു ബാങ്ക് വേണം. അങ്ങനെ സെൻട്രൽ ബാങ്കിന് ഫംഗ്ഷൻ കൊടുത്തു. സെൻട്രൽ ബാങ്ക്സ് ദ സ്റ്റാർട്ടഡ് ദർ ലൈഫ് ആസ് ഇഷ്യൂർ ഓഫ് കറൻസീസ് ഫസ്റ്റ് ആൻഡ് ബാങ്കർ ടു ദി ഗവൺമെൻറ് സെക്കൻഡ്. സോ ദിസ് വാസ് ദി ബിഗിനിങ് ഓഫ് സെൻട്രൽ ബാങ്കിങ്. സെൻട്രൽ ബാങ്കിങ് എങ്ങനെ തുടങ്ങിയത്? ഇങ്ങനെയാണ് തുടങ്ങിയത്. എങ്ങനെ? പുതിയ ബാങ്ക് കറൻസി ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം, അതുപോലെ തന്നെ ബാങ്കർ ടു ദി ഗവൺമെൻറ് ബാങ്കറാണെന്നുള്ള ജോലി. ഈ രണ്ട് ജോലി അവർക്കുള്ളായിരുന്നു. പിന്നീട് വന്നതാണ് ഏത് നമ്മളെടുത്ത പോലെ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്. ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്. ബാങ്ക് പൊട്ടിക്കഴിഞ്ഞാൽ ബാങ്കിനെ റെഗുലേറ്റ് ചെയ്യുന്നു, ബാങ്കിനെ സൂപ്പർവൈസ് ചെയ്യുന്നു, പേയ്മെൻറ്റ് സിസ്റ്റത്തെ ഇൻക്ലൂഡ് ചെയ്യുന്നു, മോണിറ്ററി പോളിസി ഡിസൈൻ ചെയ്യുന്നു. ഇതൊക്കെ പിന്നീട് വന്ന ഇതായിരുന്നു. ഈ രണ്ട് ഫംഗ്ഷൻസ് ആദ്യം സെൻട്രൽ ബാങ്കിന് ഉണ്ടായിരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവ് സെൻട്രൽ ബാങ്ക്സ് ഈ രണ്ട് ഫംഗ്ഷൻസ് കൊടുത്തുള്ളൂ. ഗവൺമെൻറ്റ്സ് ഇൻ റിട്ടേൺ ത്രൂ എനാക്ട്മെൻറ്റ് ഓഫ് വേരിയസ് ലെജിസ്ലേഷൻ പ്രൊവൈഡ് പവേഴ്സ് ആൻഡ് ഫേവറബിൾ ട്രീറ്റ്മെൻറ്റ് ടു ദീസ് ബാങ്ക്സ്. ഇനി അത് കഴിഞ്ഞാൽ അറിയാം സെൻട്രൽ ബാങ്ക് ബാങ്കർ ടു ദി ബാങ്കായി. കാരണം ഏറ്റവും കൂടുതൽ മണി പ്രിൻറ്റ് ചെയ്യുന്നതിൻ്റെ മൊണോപ്പൊളി ഇവരാണ്. മണി പ്രിൻറ്റ് ചെയ്യുന്നു,
ശരിയല്ലേ? പിന്നെ അതുപോലെ തന്നെ ഗവൺമെൻറ് ബാങ്ക് റാങ്ക്, അപ്പോൾ ചില പ്രത്യേക റേറ്റും കൂടെ കിട്ടും. അതെങ്ങനെ കിട്ടിയെന്ന് നോക്കാം. അനദർ അസോസിയേറ്റഡ് പവർ എൻജോയ്ഡ് ബൈ ദി മേജർ സെൻട്രൽ ബാങ്ക്സ് ഇൻ ദ early period was that they were allowed to stock the reserves of other banks. മറ്റ് ബാങ്കുകളുടെ 100 രൂപ ഉണ്ടെങ്കിൽ 1 രൂപ എടുത്ത് സെൻട്രൽ ബാങ്കിൽ കൊണ്ടുപോകാം. നമ്മളതിനിപ്പം ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയും. പഠിക്കേണ്ട സംഭവം കേട്ടോ. ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്പോസിറ്റ് ദാറ്റ് എ കൊമേഴ്ഷ്യൽ ബാങ്ക് ഹാസ് ടു കീപ്പ് വിത്ത് ദി സെൻട്രൽ ബാങ്ക്. ടു കീപ്പ് വിത്ത് ദി സെൻട്രൽ ബാങ്ക്. ഇതാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്. ഇതാണ് സെൻട്രൽ ബാങ്ക്. ഇപ്പോൾ ഇവിടുന്ന് 100 രൂപയിൽ 1 രൂപ ഉണ്ടാക്കണം. ഇപ്പോൾ എത്രയാണ് അറിയാം? 3%. അപ്പോൾ CRR. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 3 രൂപ എടുത്ത് ഇവിടെ കൊണ്ട് വെക്കണം. അപ്പം ഒരു കൺട്രോളായി. ആരുടെ മേളിൽ? കൊമേഴ്ഷ്യൽ ബാങ്കിന് മേളിൽ സെൻട്രൽ ബാങ്കിൻ്റെ ഒരു കൺട്രോളായി. രണ്ടുപേരും മേളിൽ ഒരു ബന്ധമായി. ഓക്കെ. സോ അങ്ങനെ ഒരു ബന്ധം ആദ്യം വന്നു. ദിസ് വാസ് ദി ബിഗിനിങ് ഓഫ് ദി സെൻട്രൽ ബാങ്കിങ് ഫംഗ്ഷൻ ഓഫ് ബാങ്കേഴ്സ് ടു ബാങ്ക്. നമ്മൾ പറഞ്ഞല്ലോ ബാങ്കേഴ്സ് ബാങ്ക് എന്ന നിലയിൽ, ബാങ്കുകളുടെ ബാങ്ക് എന്ന നിലയിൽ എന്തെല്ലാം ഫംഗ്ഷൻസ് സെൻട്രൽ RBI കൊമേഴ്ഷ്യൽ ബാങ്കിന് കൊടുക്കുന്നുണ്ട്. ഒന്ന്, ഒരു അക്കൗണ്ട് എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കും RBI തുടങ്ങണം. കറണ്ട് അക്കൗണ്ട് കേട്ടോ. ഒരു അക്കൗണ്ട് അവിടെ തുടങ്ങണം. കൊമേഴ്ഷ്യൽ ബാങ്ക് RBIയിൽ ഒരു കറണ്ട് അക്കൗണ്ട് വേണം. നമ്മൾ ബിസിനസ് തുടങ്ങിയ ഒരു ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങില്ല, RBIയിൽ അക്കൗണ്ട് തുടങ്ങും. RBI 3 തരത്തിലുള്ള അക്കൗണ്ട് സാധാരണ കൊമേഴ്ഷ്യൽ ബാങ്കിനുണ്ട്. നമുക്കെല്ലാം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ. പിന്നെ അക്കൗണ്ട് തുടങ്ങണം. പിന്നെ ബാങ്ക് പൊട്ടുന്നുണ്ടെങ്കിൽ ബാങ്കിന് ബാങ്കിൻ്റെ ആക്ടിവിറ്റി റെഗുലേറ്റ് ചെയ്യണം. ഇപ്പോഴൊക്കെ ഉള്ളതുകൊണ്ടോ. പിന്നെ പൊട്ടുന്നുണ്ടെങ്കിൽ പൈസയും കൊടുക്കും. ഓക്കെ. ദെൻ ഹോൾഡിംഗ് കസ്റ്റഡി ഓഫ് ദി ക്യാഷ് റിസർവ്സ് ഓഫ് അതർ ബാങ്ക്സ് എനേബിൾഡ് സെൻട്രൽ ബാങ്ക്സ് ടു ഗീവ് ഫൈനാൻഷ്യൽ ഹെൽപ്പ് ടു ദീസ് ബാങ്ക്സ് ഡ്യൂറിങ് കണ്ടിജൻസീസ്. ഒരു ബാങ്ക് പൊട്ടാൻ പോവുകയാണെങ്കിൽ ഈ പൈസയൊക്കെ സൂക്ഷിച്ച് വെക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി സെൻട്രൽ ബാങ്കിനുണ്ട്. എന്ത്? ബാങ്ക് പൊട്ടുന്ന സമയത്ത് ബാങ്കിന് പൈസ കൊടുക്കാമെന്ന്. ഇവഞ്ച്വലി സെൻട്രൽ ബാങ്ക് ബിക്കെയിം ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്ന് പറഞ്ഞാൽ അവസാനത്തെ ആശ്രയം. ഒരു ബാങ്ക് പൊട്ടുവാണെങ്കിൽ SOS കൊടുക്കണം. ആര്? ബാങ്ക്. ആർക്ക്? സെൻട്രൽ ബാങ്കിന്. SOS എന്ന് പറഞ്ഞാൽ എന്താ? സേവ് അവർ സോൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ അറിയാം, പറയുന്നില്ല. ഓക്കെ. സോ അങ്ങനെ ഞങ്ങൾക്ക് പൈസ അടിയന്തരമായിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് സെൻട്രൽ ബാങ്കിന് കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരു സിഗ്നൽ കൊടുക്കുകയാണെങ്കിൽ സെൻട്രൽ ബാങ്ക് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് ഫെസിലിറ്റി കൊടുക്കണം. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് പൈസ കൊടുക്കണം. അതാണ് ലെൻഡർ ഓഫ്. കാരണം എന്താണ്? കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഒരു ഇച്ചിരി പൈസ RBI മേടിച്ച് വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി സെൻട്രൽ ബാങ്ക് ആൻഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്, ആൻഡ് ദാറ്റ് ഇസ് എ ഫൗണ്ടേഷൻ or logic behind the activity of central bank as the banker to the banks or banker to the commercial bank. Such a function to the central bank became established towards the middle of the 20th century. 20th century മിഡിൽ മാത്രമേ അത് വന്നുള്ളൂ. 1930-50 ഒക്കെ ആയപ്പോഴത്തേക്കും ഇങ്ങനെ ബാങ്കുകളെല്ലാം സെൻട്രൽ ബാങ്കിലെല്ലാം ബാങ്കർ ടു ദി ബാങ്ക് ഫംഗ്ഷൻ കൊടുക്കാൻ തുടങ്ങി. എല്ലാവരും കൊടുക്കാൻ തുടങ്ങിയത്. ഓക്കെ. ഇന്ത്യയിലാണ് എല്ലാവരും ആർക്കാണ് കൊടുക്കുന്നത്? ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെ കൊടുക്കുന്നുള്ളൂ. നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾക്ക് കൊടുക്കുന്നില്ല. മനസ്സിലായല്ലോ? അപ്പോൾ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ബാങ്കർ ടു ദി ബാങ്കറാണ് ആര്? നമ്മുടെ RBI. ആർക്കാണ് ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്? ഷെഡ്യൂൾഡ് ബാങ്ക്സിൻ്റെ കൂടെ. ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ അല്ല, ഷെഡ്യൂൾഡ് ബാങ്ക്സിൻ്റെ കൂടെയാണ്. ചില ഷെഡ്യൂൾഡ് ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്ക് ഷെഡ്യൂൾഡ് ബാങ്ക് തമ്മിലുള്ള വ്യത്യാസം. ചില കോപ്പറേറ്റീവ് ബാങ്ക് ഷെഡ്യൂൾഡ് ബാങ്കിലാണ്, പക്ഷേ ദേ ആർ നോട്ട് ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഓക്കെ. ബിസിനസ് ദി ലെൻഡർ ഓഫ് ലാസ്റ്റ്, സെൻട്രൽ ബാങ്ക്സ് ഹാവ് എക്സ്റ്റെൻഡ് ലോട്ട് മോർ ആക്ടിവിറ്റീസ് ടു കൊമേഴ്ഷ്യൽ ബാങ്ക് ഇൻക്ലൂഡിംഗ് ഫെസിലിറ്റേഷൻ പേയ്മെൻറ്റ് സിസ്റ്റം. നമ്മളിപ്പോൾ പഠിച്ചതാണ്. ഏതൊക്കെയാണ് പറഞ്ഞ്? നെഫ്റ്റ്, RTGS. ഇത് മാത്രമാണോ? എന്തെല്ലാം പേയ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. RBIയുടെ തന്നെ ഒരു പ്രൊമോഷനാണല്ലോ UPI. ശരിയല്ല? RBI ഇൻഡയറക്റ്റ്ലി പ്രൊമോട്ട് ചെയ്തത്. അപ്പോൾ എന്തെല്ലാം നമ്മളിതിനെക്കുറിച്ചൊക്കെ പഠിച്ചു പോകേണ്ടതായിരുന്നു. പക്ഷേ ഈ പേയ്മെൻറ്റ് സിസ്റ്റം ബാങ്കുകൾക്ക് കൊടുക്കുന്ന ഉത്തരവാദിത്വം RBIക്കുണ്ട്. ആ പേയ്മെൻറ്റ് ഫെസിലിറ്റേഷൻ ഇപ്പോൾ നമ്മൾ RBI ഒരിക്കലും അറിയത്തില്ല, നമുക്ക് എക്സ്ട്രീമായിട്ട് അറിയത്തില്ല. RBIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷനിൽ ഒന്ന്, ഒരു വ്യത്യസ്തപ്പെട്ട ഫംഗ്ഷൻ ഒന്നാണ് ഈ പേയ്മെൻറ്റ് സിസ്റ്റം നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളത്. 24/7 ഈ പേയ്മെൻറ്റ് സിസ്റ്റം നടത്തിക്കൊണ്ടുള്ള ഒരു സപ്പോർട്ടീവ് സിസ്റ്റം ആർക്കുണ്ട്? RBIക്കുണ്ട്. അപ്പോൾ നമ്മൾ RBI മോണിറ്ററി പോളിസി ഡെലിവറി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. പക്ഷേ ഫംഗ്ഷൻ ഒരു യുണീക്ക് ഫംഗ്ഷനാണ്. ആസ് എ ഫോളോ ഓഫ് ഡെവലപ്മെൻറ്റ് ദേ സ്റ്റാർട്ട് ടു റെഗുലേറ്റ് ആൻഡ് സൂപ്പർവൈസ് ദി കൊമേഴ്ഷ്യൽ ബാങ്ക് സിസ്റ്റം ടു എൻഷുർ ദി സ്റ്റെബിലിറ്റി ഓഫ് ദി ലെറ്റർ. ഓക്കെ. എന്താണ് ഇവിടെ നമ്മൾ ഈ റെഗുലേഷൻ സൂപ്പർവിഷൻ എന്നൊക്കെ പറഞ്ഞാലേ എപ്പോഴും പറയേണ്ട ഒരു വാക്കാണ്. ഒരു സെക്കൻഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ റെഗുലേഷൻ, ഈ വാക്ക് റെഗുലേഷൻ, 2 സൂപ്പർവിഷൻ. റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ ബാങ്കിങ് റിലേഷൻ ആക്ട് നമ്മൾ പഠിച്ചതാണ് അല്ലേ? ബാങ്കിങ് റിലേഷൻ ആക്ട്. ഓക്കെ. ബാങ്കിങ് റിലേഷൻ ആക്ട് പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാങ്കുകൾ എങ്ങനെ അവരുടെ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യണം എന്നതിനെക്കുറിച്ച് ഉള്ള നിയമമാണ് ബാങ്ക് റിലേഷൻ ആക്ട്. അപ്പോൾ അതനുസരിച്ച് ബാങ്കുകൾ ക്യാപിറ്റൽ സൂക്ഷിക്കണം, ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ, അതുപോലെ തന്നെ അവർക്ക് NBA ഇങ്ങനെയൊക്കെ ആയിരിക്കണം റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ബാങ്കിന് ഇത്രമാത്രം ലിക്വിഡിറ്റി ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഒത്തിരി നിയന്ത്രണങ്ങൾ, റെഗുലേഷൻസ് ഇവിടെ ഉണ്ട്. ആ റെഗുലേഷന് കൊടുക്കേണ്ട ഉത്തരവാദിത്തം RBIയുടെ. പിന്നെ ആ റെഗുലേഷൻ അനുസരിച്ച് ബാങ്ക് പ്രവർത്തിക്കുന്നത് ഇൻസ്പെക്ട് ചെയ്യേണ്ട ജോലി RBIക്കാണ്.
ആർ ബിയുടെ ഗ്രേഡ് ബി എക്സാം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? കേൾക്കാതിരിക്കുകയല്ലോ. ഗ്രേഡ് ബി എന്ന് പറയുന്ന എക്സാം ഉണ്ട്. അതിൻ്റെ സാലറി എത്രയാണെന്ന് അറിയോ? 1 ലക്ഷം രൂപയ്ക്ക് അടുത്ത് സാലറി ഉണ്ട്. അപ്പോൾ അവരുടെ ആൾക്കാർ അങ്ങനെ ഗ്രേഡ് ബി പാസ്സാകുന്ന കുട്ടികളെയൊക്കെ എവിടെ കൊണ്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്? കൊണ്ട് ട്രെയിനിങ് കൊടുക്കുക, കൽക്കട്ടയിൽ കൊണ്ട് ട്രെയിനിങ് കൊടുക്കുക. അവർ ബാങ്കിൻ്റെ ഓരോ ബാങ്ക് ഇൻസ്പെക്ട് ചെയ്യണം. ബാങ്കിൽ പോയി നമ്മൾ കോളേജ് ഇൻസ്പെക്ട് ചെയ്യണം, നാട്ടുകാർ വരുന്ന പോലെ ഇൻസ്പെക്ട് ചെയ്യണം. അപ്പോൾ ഇന്ത്യയിൽ ഇത്രയും ബാങ്കുകളുണ്ട്, അതിൻ്റെ ബ്രാഞ്ചസ് ഉണ്ട്. അവരെ അതുപോലെ തന്നെ കോഓപ്പറേറ്റീവ് ബാങ്കിനെ പോലും ആർ ബി, ചില തരത്തിലുള്ള കോഓപ്പറേറ്റീവ്, നമ്മൾ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിനെ പോലും ആർ ബി വേണമെങ്കിൽ ഇൻസ്പെക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇൻസ്പെക്ട് ചെയ്യണമെങ്കിൽ ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ പോകണമെങ്കിൽ അത്രമാത്രം സ്റ്റാഫ് ഇവിടെ ആവശ്യമുണ്ടല്ലോ. ആ സ്റ്റാഫിനാണ് ഈ ഗ്രേഡ് ബി എന്ന് പറഞ്ഞ പരീക്ഷ നടത്തുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം, ആർ ബിയുടെ ജോലി എത്ര ഭയങ്കരമാണ്. ആർ ബി ഗ്രേഡ് ബി എക്സാം, ആർ ബിയുടെ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എക്സാം, ഇതൊക്കെ എന്തിനാ? ആർ ബിയുടെ അടുത്ത് ബോംബെ പോയി ജോലി ചെയ്യണോ? ആർ ബിക്ക് 31 ബ്രാഞ്ചസ് ഉണ്ട്, അവിടെ മാത്രമാണോ? അല്ല, ഈ ബ്രാഞ്ചസിൽ നിന്ന് ബാങ്കുകളിൽ പോയി ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് മാനുവൽ ലേബർ ആവശ്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാവശ്യം? സ്റ്റാഫ് ആവശ്യം. ഓക്കെ, അപ്പോൾ അത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷൻ. അതിന് നമ്മൾ 2 വാക്ക് പഠിക്കണം. ഒന്ന് റെഗുലേഷൻ, 2 എന്താണ്? സൂപ്പർവിഷൻ. 1 റെഗുലേഷൻ, 2 സൂപ്പർവിഷൻ. ഇനി ആർ ബിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഹിസ്റ്ററി തരത്തിൽ നോക്കിയിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, ആർ ബിയുടെ ഏറ്റവും പ്രധാനം, നമ്മൾ ആർ ബി അറിയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആർ ബി എന്താണ്? മോണിറ്ററി പോളിസി ഡിക്ലെയർ ചെയ്യുന്നതാണ്. Okay, with time 2 important factors enable central banks to become monetary manager of the entire economy. എക്കോണമിയിൽ എത്രമാത്രം കറൻസി സപ്ലൈ ചെയ്യണം? ഇനി കറൻസി സപ്ലൈ കഴിഞ്ഞാൽ ബാങ്കിൽ കറൻസി സപ്ലൈ കഴിഞ്ഞാൽ ബാങ്കിൽ എത്ര ശതമാനം ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യണം? ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഇന്ന് ആർ ബി ഐ തീർന്നു, അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കായി തീർന്നു. അപ്പോൾ അതിൻ്റെ കാരണം എന്താ? എന്തുകൊണ്ടാണ് ഇങ്ങനെ മണി സപ്ലൈയെക്കുറിച്ചുള്ള പോളിസി? എത്രമാത്രം മണി സപ്ലൈ കൂട്ടണം, എത്രമാത്രം കുറയ്ക്കണം, ഇനി എത്രമാത്രം ഇൻട്രസ്റ്റ് റേറ്റ് ബാങ്കിൽ ചാർജ് ചെയ്യണം, റിപ്പോ റേറ്റ് കൂട്ടുക, കുറയ്ക്കുക, ഇതെല്ലാം ഇങ്ങനെ ചെയ്യാനുള്ള ഉത്തരവാദിത്തം അല്ലെങ്കിൽ അതിനുള്ള കഴിവ് ആർബിക്ക് എങ്ങനെയാണ് കിട്ടിയത്, അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കുകൾക്ക് എങ്ങനെ കിട്ടിയത്? ഈ 2 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് അതിനെ ആർ ബിക്ക് ഹെൽപ്പ് ചെയ്തു. ആർ ബിക്ക് ഹെൽപ്പ് ചെയ്തു. മൊണോപ്പൊളി പവർ ഇൻ കറൻസി ഇഷ്യൂവിൽ മൊണോപ്പൊളി പവർ ആർ ബിക്ക്. അങ്ങനെയാണെങ്കിൽ എത്രമാത്രം മണി സപ്ലൈ കൂട്ടണം, കുറയ്ക്കണം എന്നുള്ള കാര്യം ആര് തന്നെ തീരുമാനിക്കും? ആർ ബിക്ക് തീരുമാനിക്കാം, നാച്ചുറൽ വേറെ ആർക്കും തീരുമാനിക്കണ്ട. ഓക്കെ, സെൻട്രൽ ബാങ്ക്സ് കമാൻഡ് ഓവർ ദി കൊമേഴ്സ്യൽ ബാങ്ക് സിസ്റ്റം. രണ്ടാമത് നമ്മൾ ഓർക്കണം, ഇന്ത്യയിൽ 100 രൂപയുടെ മണി സപ്ലൈ ഉണ്ടെങ്കിൽ 24 ലക്ഷം കോടി രൂപയുടെ മണി സപ്ലൈ ഇന്ത്യയിൽ ഉണ്ട് കേട്ടോ. 100 രൂപയുടെ മണി സപ്ലൈ ഉണ്ടെങ്കിൽ 99% കറൻസി ആരുടെയിലായിരിക്കും? ബാങ്കിൻ്റെയിലായിരിക്കും. ബാക്കി 1% നമ്മുടെ പോക്കറ്റിലായിരിക്കും. ശരിയല്ലേ? നമുക്ക് 1 ലക്ഷം രൂപ നമുക്കിപ്പോൾ റെഡി ക്യാഷ് ഉണ്ട്. 1 ലക്ഷം രൂപ നമ്മുടെ കൈ വീട്ടിലാണ് ഇരിക്കുന്നത്. അല്ല, അവിടെ ബാങ്കിലാണ്, ATM കാർഡ് വഴി നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ കറൻസി, പബ്ലിക്കിൻ്റെ ഫണ്ട് കറൻസി എവിടെ ഇരിക്കുന്നത്? ബാങ്കിലാണ്. 99% കറൻസി പബ്ലിക് ഹോൾഡിംഗ്, 24 ലക്ഷം കോടിയുടെ 99% എവിടെ ഇരിക്കുന്നത്? ബാങ്കിലാണ്. അങ്ങനെയാണെങ്കിൽ ബാങ്കിലെ റെഗുലേറ്റ് ചെയ്യുന്നാൽ മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് ബാങ്കിലെ റെഗുലേറ്റ് ചെയ്യാൻ ആർ ബിക്ക് പറ്റും. കാരണം എന്താ? ബാങ്കുകളുടെ CRR ആരാ മാനേജ് ചെയ്യുന്നത്? ആർ ബി ഐ മാനേജ് ചെയ്യുന്നത്. ബാങ്കിൽ പൊട്ടിക്കഴിഞ്ഞാൽ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് ആരാ കൊടുക്കുന്നത്? ആർ ബി ഐ കൊടുക്കുന്നത്. ബാങ്കിനെ റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ്? ആർ ബി ഐ. ബാങ്കിനെ സൂപ്പർവൈസ് ചെയ്യുന്നത് ആരാണ്? ആർ ബി ഐ. അങ്ങനെയാണെങ്കിൽ ബാങ്കിനെ റെഗുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് കൂടി ഇക്കോണമിയിലെ മുഴുവൻ മണി സപ്ലൈ കൺട്രോൾ ചെയ്യാൻ ആർക്ക് പറ്റും? സെൻട്രൽ ബാങ്കിന് പറ്റും, ആർ ബിക്ക് പറ്റും. സെൻട്രൽ ബാങ്ക്സ് കൺട്രോൾ ഓവർ ദി കൊമേഴ്സ്യൽ ബാങ്ക്സ് ഹു ഹെൽഡ് ബൾക്ക് ഓഫ് ദി ഇക്കോണമീസ് കറൻസി ഹോൾഡിംഗ് ആൻഡ് ട്രാൻസാക്ഷൻ. കമാൻഡ് ഓവർ നോട്ട് ഇഷ്യൂ ചെയ്യുന്ന ആർ ബി ആണല്ലോ. നോട്ടാവട്ടോ എഴുതുമ്പം NOT അല്ല. ആൻഡ് കൺട്രോൾ ഓവർ ദി ബാങ്ക് സിസ്റ്റം enable സെൻട്രൽ ബാങ്ക്സ് ടു കൺട്രോൾ ദി മണി സപ്ലൈ ഇൻ ദി ഇക്കോണമി. ദാറ്റ് ഇസ് മെയിൻലി ചാനൽ ത്രൂ ക്രെഡിറ്റ് സപ്ലൈ വഴിയാണ് നമുക്ക് ലോൺ വഴിയാണ് നമുക്ക് ബാങ്കിൽ നിന്ന് പൈസ. ഡിസൈസിൽ ബൈ കൺട്രോളിംഗ് ക്രെഡിറ്റ് സപ്ലൈ central banks were able to control money supply. Central banks' ability to control credit thus money supply helped them to develop and deploy monetary policy. ഈ സെൻറ്റൻസ് ഭയങ്കര പ്രധാനപ്പെട്ട. അപ്പോൾ സെൻട്രൽ ബാങ്ക് ഓരോ CRR ഒക്കെ വഴി, അങ്ങനെ അല്ലാത്ത വഴി ബാങ്കുകൾക്ക് പൈസ കൊടുത്ത് റിപ്പോ വഴി ഇൻട്രസ്റ്റ് റേറ്റ് സ്വാധീനിച്ച് റിപ്പോ എങ്ങനെയാണെന്ന് പിന്നെ പഠിക്കാൻ കേട്ടോ. ഇങ്ങനെ കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ ഓരോ തരത്തിലുള്ള ഡെയിലി ആക്ടിവിറ്റിയെ കൺട്രോൾ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും ഉള്ള കഴിവ് സെൻട്രൽ ബാങ്കിന് ഉള്ളിടത്തോളം കാലം അങ്ങനെ ഇൻഡയറക്റ്റായിട്ട് മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്യാനുള്ള അധികാരവും അല്ലെങ്കിൽ അതിനുള്ള കഴിവും ആർക്കുണ്ട്? ആർ ബിക്കുണ്ട്. അതുകൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെ മോണിറ്ററി പോളിസി എന്നൊരു പോളിസി, മണി സപ്ലൈയെക്കുറിച്ചുള്ള പോളിസി, ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ചുള്ള പോളിസി, ഈ പോളിസിയാണ് ശരിക്കും മോണിറ്ററി പോളിസി ഡെവലപ്പ് ചെയ്യാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള കഴിവ് ആർ ബി കിട്ടി. ദസ് മോണിറ്ററി പോളിസി എമർജ് ആസ് എ പവർഫുൾ ഫംഗ്ഷൻ ഓഫ് സെൻട്രൽ ബാങ്ക്. സെൻട്രൽ ബാങ്കിന് 9 ഫംഗ്ഷൻ നമ്മളിവിടെ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്നാണ് മോണിറ്ററി പോളിസി ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത കുറച്ചും കൂടെ ഉള്ളൂ, അത് നമ്മളിപ്പോൾ നോക്കുന്നില്ല, അടുത്ത ക്ലാസ്സിൽ വെക്കാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ് അബൌട്ട് ദ ഒറിജിൻ ഓഫ് സെൻട്രൽ ബാങ്ക്. ഇത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആർ ബി ഐയുടെ ഫംഗ്ഷൻ കൃത്യമായിട്ട് ഓർത്തിരിക്കാൻ പറ്റും. അതുകൊണ്ട് ഇത് എടുക്കുന്നു കേട്ടോ. ഓക്കെ, സോ ദാറ്റ്സ് ഓവർ. ഞാൻ സ്റ്റോപ്പ് അടിച്ചോട്ടെ.